ഇതാണ് നമ്മുടെ തേർഡ് സെക്ഷൻ. അപ്പോൾ തേർഡ് സെക്ഷനകത്ത് നമുക്ക് എന്താ വേണ്ടത്, ഫുൾ വിത്ത് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വേണം. അതിനകത്ത് 1200 പിക്സൽസ് വരുന്ന ഒരു സബ് കണ്ടെയ്നർ വേണം. അതിനകത്ത് ലെഫ്റ്റും റൈറ്റും കണ്ടെയ്നേഴ്സാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്യാം. എങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റിങ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അടുത്ത സെക്ഷനകത്ത് നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ ലൈക്ക് div class container. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് 2 സബ്സെക്ഷൻ വേണം. അപ്പോൾ ഏതൊക്കെ ആ കണ്ടൻറ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് നമുക്ക് ഈ ഒരു h2 നമുക്ക് ആവശ്യമുണ്ട്. സോ h2 ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു. പിന്നെ 2 പാരഗ്രാഫും വരുന്നു. സോ ഫസ്റ്റ് പാരഗ്രാഫ് നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ദെൻ അടുത്തൊരു പാരഗ്രാഫും കൂടി ഉണ്ട്. പാരഗ്രാഫ് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 2 പാരഗ്രാഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്. ഇതിൻ്റെ സൈഡിലാണ് നമുക്ക് അടുത്ത് ലേൺ ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്നാലും ഞാൻ ടൈപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ലൈക്ക് ലേൺ, അതും h2 തന്നെയാണ്. നമുക്ക് h2നകത്ത് ലേൺ ആൻഡ് ഇത് നമ്മുടെ പാരഗ്രാഫ്. സിമിലർലി ഒരു 2 ഗ്രൂപ്പും കൂടി വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് കോഡ് എന്ന് പറഞ്ഞ പേരിലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു കോഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഈ പാരഗ്രാഫും കൂടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് കറക്റ്റ് ആ ഒരു കണ്ടൻറ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നു ഞാൻ. നെക്സ്റ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നതാണ്. ഹോസ്റ്റിനകത്ത് ഈ കാണുന്ന പാരഗ്രാഫും ഹോസ്റ്റ് പാരഗ്രാഫും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്ത പാരഗ്രാഫിനൊന്ന് കറക്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ബോക്സസ് ഒക്കെ വരുന്നുണ്ട്. ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞോളൂ. കാരണം നമുക്ക് അവിടെ വന്നിരിക്കുന്ന ടെക്സ്റ്റ് അതിനകത്ത് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വന്ന കാരണം നമുക്ക് അങ്ങനെ കാണാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയും വരാം. നമ്മുടെ കണ്ടെയ്നർ അടുത്ത 2ാമത്തെ സെക്ഷൻ്റെ കണ്ടെയ്നറിനകത്ത് ഒരു h2 പാരഗ്രാഫ് 2 പാരഗ്രാഫ് വന്നിട്ടുണ്ട് അല്ലേ. h2 2 പാരഗ്രാഫ്, ദെൻ ഹെഡർ പാരഗ്രാഫ്, ഹെഡർ പാരഗ്രാഫ്, ഹെഡർ പാരഗ്രാഫ്. അങ്ങനെ എല്ലാ കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനൊന്ന് സ്റ്റൈലൈസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് സ്റ്റൈലൈസ് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ഈ ഓക്കെ 1200 പിക്സലിനകത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് കിടന്നോട്ടെ. ബട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണം. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ക്ലാസ് കോൾ ചെയ്യാണ്. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് 1 2 3 തേർഡ് സെക്ഷനാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, തേർഡ് സെക്ഷൻ പറയാൻ പറ്റില്ല, ഹെഡർ ഫസ്റ്റ് സെക്ഷൻ സെക്കൻഡ് സെക്ഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, സെക്ഷൻ -2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ 2ന് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് ഒരു ലൈറ്റ് കളറാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിളിൽ നിന്ന് ലൈറ്റ് കളറായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് സേവ് ചെയ്യേണ്ടത്, ബ്രൗസറിനകത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഫുൾ വിത്തായിട്ട് വരേണ്ടതാണ്, വന്നിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് കളർ സെക്ഷൻ 2 HTML സേവ് ചെയ്തില്ല, അതുകൊണ്ടാണ് ആ കളർ നമുക്ക് അപ്ഡേറ്റ് ആയി കാണിക്കാത്തത്. യെസ്, അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയ കറക്റ്റായി. ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് ലെഫ്റ്റും റൈറ്റും ഒരു കണ്ടെയ്നർ ആയിട്ട് വേണം. അപ്പോൾ നേരത്തെ നമ്മുടെ ഔട്ട്പുട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു റോനകത്ത് ദിസ് വൺ ഈസ് ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് കോളം. അപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ റോ കോളം കോൺസെപ്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കണ്ടെയ്നർ എന്ന് പറയുന്ന മാക്സ് വിത്ത് യൂസ് ചെയ്ത് വന്നിരിക്കുന്ന മെയിൻ കണ്ടെയ്നറിനകത്തുള്ള ഇത്രയും എലമെൻറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, div ക്ലാസ് റോ റീയൂസ് ചെയ്യാണ്. നേരത്തെ നമ്മൾ ചെയ്ത അതേ കണ്ടന്റിലേക്ക് ഒന്ന് റീയൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഒരു ഓർഡറിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ഓക്കെ,
റോന്നും ചെക്ക് ചെയ്യുന്നുണ്ട് കണ്ട എല്ലാം. അപ്പോൾ റോനകത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സൈഡ് ബൈ സൈഡ്. അപ്പോൾ ഈ ഹെഡർ 2 പാരഗ്രാഫ്, ഹെഡർ പാരഗ്രാഫ്, ഹെഡർ പാരഗ്രാഫ്, ഹെഡർ പാരഗ്രാഫ് എല്ലാം ആ 1200 പിക്സലിനകത്ത് ഒതുങ്ങി. ബട്ട് നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഇത്ര എലമെൻ്റ് അല്ല. ഡയറക്റ്റ് ആയിട്ട് ആകെ 2 എലമെൻറ്റ്സേ വന്നിട്ടുള്ളൂ. വൺ ഈസ് ദിസ് വൺ. അപ്പോൾ ഒരു ഹെഡറും 2 പാരഗ്രാഫും ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റുന്നു, ഇതിന് വേറൊരു ഗ്രൂപ്പിലേക്ക്. അപ്പോൾ 2 കോളായിട്ട് നമ്മൾ അസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത കാരണമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് എന്താ വേണ്ടത്, ഇതിനകത്ത് div ക്ലാസ് കോൾസ് അല്ലേ, ഒരു കോളാണ്. ഇതുപോലെ തന്നെ വേറൊരു കോളം കൂടി നമുക്ക് 2 കോളംസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് കോളത്തിനകത്ത് h2ഉം പാരഗ്രാഫും നമ്മൾ എന്ത് ചെയ്യണം, ഡംപ് ചെയ്യണം. ഓക്കെ, പെർഫെക്റ്റ്. ഇതുപോലെ തന്നെ സെക്കൻഡ് കോളത്തിനകത്ത് ഈ കാണുന്ന 3 സെറ്റ്സ് ഓഫ് കണ്ടന്റിനെ കട്ട് ചെയ്തിട്ട് ഇവിടെയും പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഡൺ. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ റോനകത്ത് റോ എന്ന് പറയുന്ന കണ്ടെയ്നർ ഇത് ഇവിടെ സ്റ്റാർട്ട് ആവുന്നു, ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഇതിനകത്ത് 2 മെയിൻ ഗ്രൂപ്പാണ്. ഓക്കെ, ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് കോളം എൻഡ് ആവുന്നു. ഓക്കെ, ബ്രൗസറിനകത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ദാറ്റ്സ് ഇറ്റ്, പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ റീസൈസ് എഡിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്താ പ്രോപ്പർട്ടീസ്, ഇതിനകത്ത് അലൈൻമെൻറ്റ് എല്ലാം സെൻട്രലൈസ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് എന്തായി, എല്ലായിടത്തും ഇവിടെ എല്ലായിടത്തും നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് നമുക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് നോക്കി നോക്കാം. ആദ്യം എനിക്ക് വേണ്ടത് എല്ലാം ഈക്വൽ സൈസിലാണ് ലോൺ കൊടുക്കുന്നത്, അല്ല വിത്ത് 100%. കോൾസിന് ഞാൻ വിത്ത് 100% പറഞ്ഞു കൊടുത്തു, കാരണം എവറിങ് ഈസ് ഓൺ 100%. അപ്പോൾ ഇവിടെ എനിക്ക് എന്താ വേണ്ടത്, ഇത് 3 കോളം ബേസ്ഡും ഇത് 2 കോളം ബേസ്ഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വേരിയേറ്റ് ചെയ്യേണ്ടി വരും. ശരി, അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടന്റിനെ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു നോക്കി നോക്കാം. നേരത്തെ എല്ലാ എലമെൻ്റ് പ്രോപ്പർട്ടീസോ സ്റ്റൈൽസോ അടുത്ത സെക്ഷനിലേക്ക് വരാത്ത രീതിയിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്ത് എഫക്റ്റീവായിട്ട് നമുക്ക് കോഡ് ചെയ്ത് പോകാൻ നോക്കി നോക്കാം. കോഡിലേക്ക് ഒന്ന് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷന് സെക്ഷൻ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അടുത്തതിന് സെക്ഷൻ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രോബ്ലം വരുന്നത് ഇവിടെ വരുന്ന ഈ കോളംസും ഇവിടെ വരുന്ന കോളംസും തമ്മിലാണ് ക്ലാഷ് ആയി പോകുന്നത് അല്ലേ. അപ്പോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഈ കാണുന്ന കോളത്തിനകത്തുള്ള ഒരു H1 അല്ല H2ഉം അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കോളത്തിനകത്തുള്ള H2ഉം തമ്മിലുള്ള പ്രോബ്ലംസാണ് നമുക്കിവിടെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഈ കോൾസിനകത്തുള്ള H2 എന്നൊരു കളറും അടുത്ത സെക്ഷൻ 2നകത്തുള്ള കോൾസിനകത്തുള്ള H2 വേറൊരു പ്രോപ്പർട്ടിയിലൂടെ നമുക്ക് വരണം. അപ്പോൾ മോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ പോവുകയാണ്. കോൾസിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മളൊന്ന് മെൻഷൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റൈൽസിലേക്ക് ഞാൻ ഒന്ന് മാറുന്നുണ്ട്. ഇവിടുത്തെ ഈ സ്റ്റൈൽസിലേക്ക് ഞാൻ ഒന്ന് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ വെറും കോൾസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത്, റൈറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രീഫിക്സ് ചെയ്യാൻ പോവാണ്. എന്താ പ്രീഫിക്സ് ചെയ്യാൻ പോകുന്നത്, ഈ കാണുന്ന കോൾസിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് സെക്ഷൻ 1നകത്തുള്ള കോൾസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ CSSനകത്ത് ഇവിടെ ഡോട്ട് സെക്ഷൻ -1 എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ആ സെക്ഷൻ 1 വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽസാണ് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സെക്ഷൻ 1നകത്തുള്ള കോൾസ്, അതുപോലെ തന്നെ ഡോട്ട് സെക്ഷൻ 1നകത്തുള്ള കോൾസിനകത്തുള്ള കോൾസ് അപ്ഡേറ്റ് ചെയ്തു. ഇവിടെ വരുമ്പോഴും ഡോട്ട് സെക്ഷൻ 1 സ്പേസ് കോൾസ് ഇമേജ്, ഇതിലേക്ക് വരുമ്പോഴും ഡോട്ട് സെക്ഷൻ 1 കോൾസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എനി ചേഞ്ചസ് കണ്ട. അപ്പോൾ ഈ കാണുന്ന സ്റ്റൈൽസ് ഇവിടെ നമുക്ക് അഫക്റ്റ് ചെയ്യുന്നില്ല. മോർ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മോർ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റൈൽസിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്റ്റൈൽസിനകത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സെക്ഷൻ. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റോബോട്ടോ 30 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ കാണുന്ന എലമെൻറ്റ് നമ്മളൊന്ന് പിക്ക് ചെയ്യാൻ പോവുകയാണ്. കോഡിനകത്ത് നോക്കാം. കോഡിലേക്ക് വരുമ്പോഴേക്കും ഇനി നമുക്ക് വേണ്ടത് സെക്ഷൻ 2നകത്തുള്ള കോൾസിനകത്തുള്ള H2 എങ്ങനെയാണ് വേണ്ടത്, അതാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതും സെയിം ഫോണ്ട് സൈസ് തന്നെയാണ് അല്ലേ. ഈ കാണുന്ന സെയിം ഫോണ്ട് സൈസ് തന്നെയാണ് ഇവിടെ വരുന്നത്. കളർ മാത്രം നമുക്ക് ബ്ലാക്കിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ സ്റ്റൈൽസിൽ എന്ത് ചെയ്യുന്നു, ഞാൻ അഗെയിൻ ഡോട്ട് സെക്ഷൻ 2നകത്തുള്ള കോളിനകത്തുള്ള H2 ഓക്കെ പ്രോപ്പർട്ടി ഡിക്ലെയർ ചെയ്യുന്നു.
അപ്പോൾ സെക്ഷൻ 1 കോൾസിൻ്റെ പ്രോപ്പർട്ടി H2യുടെ പ്രോപ്പർട്ടി എന്തായിരുന്നു, ഇതേ തന്നെയാണ് ഇവിടേക്കും പോകുന്നത്. സോ ഐം ജസ്റ്റ് കോപ്പിയിങ് ദിസ് സെയിം പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയും കൂടി ടെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് അപ്പർ കേസിലേക്ക് പോകണം. സോ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് സേവ് ചെയ്യാം, ബ്രൗസറിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് അഫക്റ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് കളർ ഞാൻ എന്ത് ചെയ്യുന്നു, കളറിനൊന്ന് റെഡിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് അപ്ഡേഷൻ കാണാൻ പറ്റും. കോൾസിനകത്തുള്ളത് കേട്ടോ. ഓക്കെ, എല്ലാം റെഡിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കളറെല്ലാം നമുക്ക് വേണ്ടത് ഈ കാണുന്ന പ്രോപ്പർട്ടി അത്രയേ ഉള്ളൂ അപ്പർ കേസിലേക്ക്. അപ്പോൾ അപ്പർ കേസ് നമുക്ക് വേണ്ടല്ലോ ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നുണ്ട്, കളർ നമുക്ക് വേണ്ട, സേവ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഹെഡർ ലെവൽസ് എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഡെഡിക്കേറ്റഡ്ലി ഇവിടുത്തെ സൈഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ H2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസിൽ വരുന്നത്. പാരഗ്രാഫ് എല്ലാം ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇനി അഥവാ കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് നോക്കി നോക്കാം കോഡിനകത്ത്. ഇതാണ് നമ്മുടെ പാരഗ്രാഫിൻ്റെ ഡിഫോൾട്ട് പേജ് ഫോണ്ട് തന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവും, ദറ്റ് ഈസ് റോബോട്ടോ. അതിൻ്റെ സൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ 16 പിക്സൽസ് ആണ്. 16 പിക്സൽസ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് ക്ലിയർ ആണ്. അടുത്ത സെക്ഷനിലേക്കാണ് മാറുന്നത്. അടുത്തത് നമുക്ക് ഈ കാണുന്ന സെക്ഷൻസാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം വേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം. ഏതാണ് നമ്മുടെ ഈ കാണുന്ന സെക്ഷൻ 2 റൈറ്റ് സൈഡ് കണ്ടെയ്നറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ആ എലമെൻറ്റ് ഏതാണെന്നൊന്ന് പോയിന്റ് ചെയ്യാം. ദിസ് ഇസ് ദറ്റ് എലമെൻറ്റ്. ഈ കാണുന്ന എലമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമുക്ക് ഡാർക്കിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ 2 സെക്കൻഡ് കോളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ചേഞ്ച് ചെയ്യേണ്ടത്, റൈറ്റ്? അപ്പോൾ കോഡിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ സെക്ഷൻ 2 ഒന്നുകൂടി കോഡൊന്ന് കാണുന്നുണ്ട്. സെക്ഷൻ 2 കോൾസ് സെക്കൻഡ് ചൈൽഡാണ്. ഓക്കെ, അപ്പോൾ ഡോട്ട് കോൾസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് nth ചൈൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. എത്രാമത്തെ ചൈൽഡാണ്? രണ്ടാമത്തെ ചൈൽഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ചൈൽഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഡാർക്ക് കളറിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യണം. സേവ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, നമുക്ക് അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്, ഡാർക്ക് ആയിട്ടുള്ള കളർ. ഇനി ഇതിന് എനിക്കൊരു പാഡിങ് കൂടി വേണം. ഇപ്പോൾ പ്രോബ്ലം ഇല്ല, ഈ കാണുന്ന ഹെഡർ നിൽക്കുന്ന അതേ ലെവൽ തന്നെയാണ് ഇവിടെ വന്നു കൊടുക്കുന്നത്, ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, ഇനി ഇതിന് പാഡിങ് കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, പാഡിങ് വാല്യൂ ഒരു 40 പിക്സൽസോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ നമുക്ക് ചുറ്റോറം നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കാണുന്ന കണ്ടെയ്നറിനകത്തുള്ള ടെക്സ്റ്റ് മൊത്തം വൈറ്റിലേക്ക് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കളർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. കളർ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ലൈക്ക് വൈറ്റ് കളറിലാണ് എനിക്ക് വേണ്ടത്, സേവ് ചെയ്യുന്നു. ഓക്കെ, കളറും നമുക്ക് വൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ആകെ ഒരു കറക്ഷൻ മാത്രമേ ഉള്ളൂ, ഈ കാണുന്ന H2s എല്ലാം ക്യാപിറ്റൽ കേസിലേക്ക് നമുക്ക് മാറണം. അപ്പോൾ അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാം നമുക്ക്, ലൈക്ക് സെക്ഷൻ 2 ഒന്ന് കോഡും നോക്കുന്നുണ്ട്. ഏതാ സെക്ഷൻ 2 ഈ കാണുന്ന കാളത്തിനകത്തുള്ള H2. അപ്പോൾ ഞാൻ വീണ്ടും വെറുതെ നേരത്തെ ഇവിടെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഡോട്ട് കോൾസിനകത്തുള്ള H2 എന്ന് പറഞ്ഞു കൊടുത്ത് ഇതിൻ്റെ പ്രോപ്പർട്ടി ഞാൻ നമുക്ക് അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോം അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസിലേക്ക് മാറ്റുകയാണെങ്കിൽ, ഓക്കെ, അപ്പർ കേസിലേക്ക് ഞാൻ മാറ്റുന്നു, സേവ് ചെയ്യുന്നുണ്ട്, ബ്രൗസറിലും ചെക്ക് ചെയ്യാം. ഇത് ഇവിടെയും അഫക്റ്റ് ചെയ്തു, ഇവിടെയും അഫക്റ്റ് ചെയ്തു. നമുക്ക് ഇവിടെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് കോൾസിനകത്തുള്ള nth ചൈൽഡ് 2. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കോളം രണ്ടാമത്തെ ചൈൽഡ്, അതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. n ചൈൽഡ് സെക്കൻഡിനകത്തുള്ള H2 എനിക്ക് എന്തായിരിക്കണം, ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസിലേക്ക് മാറണം. അപ്പോൾ എന്തായി, ഇവിടെ ഒഴിവായി, ഇവിടെ മാത്രമേ നമുക്കിത് വർക്കൗട്ട് ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മൂന്നാമത്തെ സെക്ഷനും വളരെ കൂളായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ മാറുകയാണ്. അതിന് മുമ്പ് ചെറിയൊരു ഇവിടുത്തെ ഇങ്ങനത്തെ ഐക്കൺസ് ഒക്കെ വരുന്നുണ്ട്, മീൻസ് ഒരു സ്പെഷ്യൽ ഷേപ്സ് ആണ്, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് വന്നു കൊടുക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ഈ കാണുന്ന സിമ്പിളാണ്, അതൊന്ന് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനും കംപ്ലീറ്റ് ആയി, സെക്കൻഡ് സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ സെക്ഷൻ്റെ മുമ്പ് ചെറിയൊരു പ്രോബ്ലം കൂടി ഉണ്ട്. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ലേൺ എന്ന് പറയുന്നത് ഇത്രയും സ്പേസിലാണ് വന്നു കൊടുക്കുന്നത്. ബട്ട് ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഇത് ഒരേ ലൈനിലല്ല കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 40 പിക്സൽസ് പാഡിങ് കൊടുത്ത കാരണം താഴത്തേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം, ഈ കാണുന്ന കണ്ടൻറ്റും താഴത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന ഫസ്റ്റ് കോളത്തിനകത്തുള്ള H2, അപ്പോൾ അത് ഇവിടെ ആൾറെഡി നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ നോക്കി നോക്കണം. ഓക്കെ, n ചൈൽഡ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ ഈ കാണുന്ന കണ്ടെയ്നർ കോളമാണ് നമുക്ക് വേണ്ടത്.
ഓക്കെ. സോ ഡോട്ട് സെക്ഷൻ 2-നകത്തുള്ള ഓക്കെ കോൾസിൻ്റെ nth ചൈൽഡ് 1 ഫസ്റ്റ് ചൈൽഡിന് എന്തായിരിക്കണം എനിക്ക് പാഡിങ് ടോപ്പ് ഒരു 40 പിക്സൽസോളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുന്നു, ബ്രൗസറിലും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ രണ്ടും സെയിം ലെവലിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 40 പിക്സൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? ഇവിടെ കൊടുത്ത 40 പിക്സൽ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്ത് കൊടുക്കുന്നത്. സോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കോളം തമ്മിൽ കുറച്ച് സ്പേസ് വേണം അല്ലേ? അപ്പോൾ ഈ സ്പേസസിനെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്? അപ്പോൾ എനിക്ക് വേണ്ടത് ഇത് നമ്മുടെ ഫസ്റ്റ് കോളമാണ്, ഇത് സെക്കൻഡ് കോളമാണ്. അപ്പോൾ ഈ സെക്കൻഡ് കോളത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് എനിക്കൊരു 40 പിക്സൽ സ്പേസാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ട, ഇതിനകത്ത് മാത്രം മതി. അപ്പോൾ ഇവിടെ എത്രാമത്തെ കണ്ടന്റ്, അതായത് നമ്മുടെ സെക്ഷൻ 2-നകത്തുള്ള കോൾസിൻ്റെ രണ്ടാമത്തെ കോൾസിൽ മാത്രമേ അഫക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യാം നമുക്ക്. അതിൻ്റെ മുമ്പ് നമുക്ക് എന്തെങ്കിലും വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് ഡോട്ട് സെക്ഷൻ 2-നകത്തുള്ള കോൾസിന് ഞാൻ എന്ത് ചെയ്യുന്നു, ബോർഡർ വാല്യൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. 1 പിക്സൽ സോളിഡ് ബ്ലാക്ക് ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബോർഡർ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണ്. കണ്ടോ ബോർഡർ കറക്റ്റ് നമുക്കിത് ഇവിടെ വന്നു. അടുത്ത ബോർഡർ ഇത് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ വന്നു കൊടുക്കുന്നത്. കളർ വേരിയൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാം ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് വൈറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും കണ്ടോ വൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി ഇവിടെ തീർന്നു. അപ്പോൾ ഈ രണ്ട് കോളം തമ്മിലുള്ള ഗ്യാപ്പാണ് ഇപ്പോൾ ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാപ്സ് എങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ സെക്ഷൻ 2-നകത്തുള്ള ഡോട്ട് കോൾ പ്ലസ് ഡോട്ട് കോൾസ്, കോളല്ല കോൾസ്. ഇവിടെ എന്ത് ചെയ്യുന്നു, മാർജിൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ മാർജിൻ ലെഫ്റ്റ് വാല്യൂ ഒരു 40 പിക്സൽസോളം ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. കൻ യു സി? അപ്പോൾ ഈ രണ്ട് കോളംസ് തമ്മിൽ ഇവിടെ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി? മാർജിൻ ലെഫ്റ്റ് 40 പിക്സൽ, മാർജിൻ ലെഫ്റ്റ്. ഏതിൻ്റെ മാർജിൻ ലെഫ്റ്റ്? കോൾസിൻ്റെ മാർജിൻ ലെഫ്റ്റാണ് എനിക്ക് വേണ്ടത്. ബട്ട് ഒരു കണ്ടീഷൻ കൂടി നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അതായത് സിബ്ലിംഗ് സെലക്റ്റാണ് ഇവിടെ യൂസ് കൊടുക്കുന്നത്. ഈ കോൾസിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു കോൾസും കൂടി നമ്മൾ വരികയാണെങ്കിൽ മാത്രമേ ഈ മാർജിൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ കോൾസിൻ്റെ തൊട്ട് മുമ്പില്ല, സോ 40 പിക്സൽ ആഡ് ആവുന്നില്ല. അപ്പോൾ ഈ 40 പിക്സൽ ഏതാ? നമ്മുടെ കണ്ടെയ്നറിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മൾ 40 പിക്സൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 40 പിക്സൽസ് ആണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഓക്കെ. ആൻഡ് അപ്പോൾ ഈ കാണുന്ന ക്ലാസ്സിൽ മാത്രമേ, കോൾസിൽ മാത്രമേ നമുക്ക് ലെഫ്റ്റ് സൈഡ് 40 പിക്സൽസ് അപ്ലൈ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കണ്ടന്റും കൂടി നമ്മൾ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. ഓക്കെ. അപ്പോൾ പഴയ പോലെ തന്നെ നമ്മുടെ ഈ കോൾസിൻ്റെ ബോർഡർ ഒന്ന് ഓക്കെ എല്ലാം ലാസ്റ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ റിമൂവ് ചെയ്യുന്നില്ല, അങ്ങനെ കിടന്നോട്ടെ. ഓക്കെ. ഇനി ഫൈനലായിട്ട് നമുക്ക്, ഫൈനലല്ല, അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഇതാണ് നമുക്ക് അടുത്ത മൂന്നാമത്തെ സെക്ഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഹെഡർ കംപ്ലീറ്റ് ചെയ്തു, സെക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്തു, സെക്ഷൻ 2 കംപ്ലീറ്റ് ചെയ്തു, ആൻഡ് സെക്ഷൻ 3ലേക്കാണ് ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ കോഡിലേക്ക് ഒന്ന് മാറുന്നുണ്ട് നമ്മൾ. ഓക്കെ. HTML കോഡ് ആൻഡ് ഇതാണ് നമ്മുടെ സെക്ഷൻ 3. അപ്പോൾ കയ്യോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് സേഫ് ആക്കുന്നു. ഓക്കെ. സെക്ഷൻ 3 എന്ന് പറഞ്ഞു കൊടുത്ത് സേവ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് വരുന്ന കണ്ടൻറ്റ്സ് ഒക്കെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മുടെ കണ്ടൻറ്റ്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, ഇതിനകത്തേക്ക് വെറുതെ ഒന്ന് ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് H2 ആയിട്ടാണ് വേണ്ടത്. H2നെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാരഗ്രാഫാണ്. സോ പാരഗ്രാഫിന് കറക്റ്റ്. അപ്പോൾ ആദ്യം ഇതൊന്ന് റാപ്പ് ചെയ്യുന്ന പ്രോബ്ലം ഒന്ന് ഒഴിവാക്കുന്നുണ്ട് ഞാൻ. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന പാരഗ്രാഫിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഡംപ് ചെയ്യുന്നു. അടുത്ത സെക്ഷനായിട്ട് നമുക്ക് ആങ്കർ ടാഗാണ്. സോ അപ്പോൾ എപ്പോഴും നോക്കുക, ലിങ്ക്സ് വരുമ്പോൾ പ്രോപ്പറായിട്ട് അതിന് ആങ്കർ ടാഗിൽ തന്നെ കൊടുക്കുക. നോ മോർ എന്ന് പറയുന്ന ടെക്സ്റ്റാണ് നമുക്ക് വേണ്ടത്. ഒക്കെ ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്, ബ്രൗസറിലൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ആണോ ബ്രൗസർ ഇത് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന പ്രോബ്ലം എന്താ, ഇത് ഈ നോ മോർ, ഇത് നമുക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഈ കാണുന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ തന്നെ നേരിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ് തമ്മിലുള്ള കോമൺ എന്താണ്, കോമൺ ആയിട്ട് വരുന്ന തിങ്സ് എന്താ? ആങ്കർ ടാഗ് ആണ്. ഇവിടെയും ആങ്കർ ടാഗ്, ഇതും ആങ്കർ ടാഗ് ആണ്. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ഇവിടെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത പ്രൊസീജിയർ തന്നെ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് വേണ്ടി കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോർ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം ഈ പ്രോബ്ലം നമുക്കൊന്ന് ഓവർകം ചെയ്ത് നോക്കാം. ഓക്കെ. ഈ ഐ വോണ്ട് ടു ലേൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ആ പ്രോപ്പർട്ടി ഇവിടെ മാത്രമേ നമുക്ക് അപ്ലൈ ആവാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ കോഡിലേക്ക് ഞാൻ കിടക്കുന്നുണ്ട്. കോഡിലേക്ക് കടന്ന് നമ്മുടെ എലമെൻറ്റിനെ ഫോക്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ എലമെൻറ്റ്സ്. അപ്പോൾ ആക്ച്വലി ആങ്കർ ടാഗ് പല സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കും. എല്ലായിടത്തും ഒരേപോലെ
ചെയ്യുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ടാഗ് സെലക്ടർ തന്നെ ഇവിടെ ടാഗ് സെലക്ടറായിട്ട് എങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇങ്ങനെ യൂസ് ചെയ്ത് പോവാം. ബട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് വേണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ ടാഗിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ് സെലക്ടറാണ് പൊതുവെ യൂസ് ചെയ്യാറ്. അപ്പോൾ ക്ലാസ് ആയിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഐ വാണ്ട് ടു ലേൺ എന്ന് പറയുന്നതിന് ഒരു ഡെഡിക്കേറ്റഡ് ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യുന്നു ഞാൻ, ഓക്കെ ഐ വാണ്ട് ടു ലേൺ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണല്ലോ, ഈ ക്ലാസ്സിൻ്റെ പേര് എന്ത് ചെയ്യുന്നു, ലേൺ എന്ന് പറയുന്നു. അറ്റ് ദ സെയിം ടൈം CSS-നകത്ത് ഇവിടെ മോസ്റ്റ് സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ക്ലാസ് ഏതിനകത്തുള്ള ബാനറിനകത്തുള്ള ലേൺ എന്ന് പറയുന്ന ക്ലാസ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഡോട്ട് ബാനറിനകത്തുള്ള ലേൺ എന്ന് പറഞ്ഞു കൊടുത്തു, സേവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ബ്രൗസറിലൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഓക്കെയാണ്. ഇവിടെ എന്തായി, നമുക്ക് ഒഴിവായി പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വേറെ സ്റ്റൈൽസ് നമുക്ക് എന്ത് ചെയ്യണം, കമ്പോസ് ചെയ്യേണ്ടി വരും. അത് നോക്കി നോക്കാം, എങ്ങനെയാണ് കമ്പോസ് ചെയ്യാനുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫൈൻ. അടുത്ത എലമെൻറ്റ്സിനൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്താലും മതി. അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന കണ്ടൻ്റാണ്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ കോഡിലേക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കോഡിനെ. മൂന്നാമത്തെ സെക്ഷനകത്തുള്ള അതെ ഈ കാണുന്ന എലമെൻറ്റ്സ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കണ്ടൻറ്റ് മാത്രം ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കണ്ടൻറ്റ് മോഡിഫൈ ചെയ്തു, പാരഗ്രാഫും ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, പാരഗ്രാഫും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി ഇതെല്ലാം റാപ്പ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ആ സ്പെഷ്യൽ ക്യാരക്ടർ ബോക്സ് പറഞ്ഞതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാരഗ്രാഫും ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് കണ്ടന്റ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നമുക്കൊരു കറക്റ്റ് നമ്മുടെ മാക്സ് വിത്തിൽ ഇത് ഒതുങ്ങി കാണും വേണം. അതാദ്യം നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ രണ്ട് എലമെൻറ്റ്സിനും ഒരു റോനകത്തേക്ക് ആഡ് ചെയ്യണം. അതാണല്ലോ നമ്മുടെ മെയിൻ പർപ്പസ്. അപ്പോൾ റോനകത്തേക്ക് ആഡ് ഓൺ ചെയ്തു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, റോനകത്തേക്ക് ആഡ് ചെയ്യുമ്പോഴേക്കും റോയുടെ പ്രോപ്പർട്ടീനകത്ത് ഫ്ലെക്സ് വന്നിട്ടുണ്ടാവും. സോ 1 2 3 4 5 6. ഇനി ഇതിൻ്റെ പ്രോബ്ലം എന്താ, 180 ഒരു മാക്സ് വിത്തിൽ നമുക്ക് ഒതുങ്ങിയെടുക്കണം അല്ലേ. അപ്പോൾ ഈ റോൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു കണ്ടെയ്നർ അല്ലേ, കണ്ടെയ്നർ ക്ലാസ്സിലേക്ക് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡൺ. കറക്റ്റ് നമുക്ക് ആ ഒരു 40 പിക്സൽ ലെഫ്റ്റ് 40 പിക്സൽ റൈറ്റും പാഡിങ് ഒഴിവായിട്ട് ബാക്കിയുള്ള ഏരിയയിലാണ് നമുക്കിത് കറക്റ്റായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഡയറക്റ്റായിട്ട് ഇത്രയും 6 ചിൽഡ്രൻസ് അല്ല, 1 2 3 4 5 6 ഇങ്ങനെയല്ല വേണ്ട. ഈ കാണുന്ന 3 എലമെൻറ്റ്സും ഒരു ഗ്രൂപ്പിലേക്ക് മാറണം. അതുപോലെ തന്നെ ഇത് വേറെ ഗ്രൂപ്പ്, അതായത് 2 കോളായിട്ട് നമ്മൾ ഇതിനെ തിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഈ കാണുന്ന എലമെൻറ്റ്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് div calls അല്ലേ, ഇതിലേക്ക് ഡംപ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ കണ്ടൻറ്റും div calls, അതിലേക്ക് ഈ കാണുന്ന 3 എലമെൻറ്റും ഇതിൻ്റെ അണ്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് സേവ് ചെക്ക് ചെയ്ത് നോക്കണ്ട നമ്മൾ. ഓക്കെ, കൂൾ. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, ഫ്ലെക്സിനകത്ത് ഇതിൻ്റെ ഏറ്റവും ഷ്രിങ്കബിൾ ആയിട്ടുള്ള സൈസാണ് വിത്തായിട്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കറക്റ്റ് 100%ലേക്ക് ഈക്വലായിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഏതാ സെക്ഷൻ 3-നകത്തുള്ള കോൾസിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഇനി അടുത്ത് മോർ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡോട്ട് സെക്ഷൻ -3-നകത്തുള്ള കോൾസിൻ്റെ വിത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 100%ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഇനി പ്രോപ്പർട്ടീസ് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യാം. അതെ, ഈ കാണുന്ന അതേ സെയിം ഫോൺ സൈസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിനകത്ത് വരുമ്പോഴേക്കും റോബോട്ടോ 30 ആൻഡ് പാരഗ്രാഫ്സ് നമുക്ക് പ്രോപ്പർട്ടി കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അത് എടുത്തോളും. ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മുടെ ഫോൺ സൈസ് 16 പിക്സൽസും പേജിൻ്റെ ഫോൺ സൈസ് നമ്മൾ റോബോട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോ ഇഷ്യൂസ്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. റോബോട്ടോ 30 പിക്സൽസിലാണ് ഈ കാണുന്ന H2s നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, രണ്ടെണ്ണത്തിൻ്റെ H2. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ H2 എന്ന് പറയുമ്പോൾ കോഡ് വഴി നോക്കുകയാണെന്ന് വെച്ചാൽ സെക്ഷൻ 3-നകത്തുള്ള ഇത് ഈ കാണുന്ന H2
അതുപോലെ തന്നെ 2 H2s. അപ്പോൾ കോമൺ ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡോട്ട് സെക്ഷൻ 3-നകത്തുള്ള H2 അതിൻ്റെ ഫോണ്ട് സൈസ് എന്ത് ചെയ്യുന്നു 30 പിക്സലിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി വലുതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഏരിയ നോ മോർ എന്ന് പറയുന്നത്, നോ മോർ നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഈ 2 കണ്ടെയ്നറിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടാവും. ഡോട്ട് സെക്ഷൻ 3-നകത്തുള്ള കോൾസ് സിബ്ലിംഗ് സെലക്ടർ ഡോട്ട് കോൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോളാണ് കൊടുത്തു കൊടുക്കുന്നത്, കോൾസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത് എങ്ങനെയാണ് നമുക്ക് വേണ്ടത്, ഇതിൻ്റെ മാർജിൻ ലെഫ്റ്റ് ഒരു 40 പിക്സൽസോളം യൂസ് ചെയ്യുന്നുണ്ട്. നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 40 പിക്സൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. റൈറ്റ്, ഇനി നമുക്ക് നോ മോറിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോ മോറിലേക്ക് നമുക്ക് വേണ്ടി വരുന്ന പ്രോപ്പർട്ടീസ് ആദ്യം ഒന്ന് സ്റ്റഡി ചെയ്യുന്നുണ്ട്. റോബോട്ടോ 16 പിക്സൽസ് ആണ്. ബട്ട് ഇതിൻ്റെ കളർ എനിക്ക് ഡാർക്ക് കളറിൽ വേണം. ഇതിൻ്റെ കണ്ടൻറ്റ് ടെക്സ്റ്റ് എല്ലാം ക്യാപിറ്റലിലേക്ക് മാറണം. ആൾറെഡി നമ്മളിപ്പോൾ ക്യാപിറ്റലാണ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല, ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. സെക്ഷൻ 3-നകത്തുള്ള ആങ്കർ, അതർവൈസ് ഈ കാണുന്ന ആങ്കർ HRF എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡമ്മി ലിങ്ക്സ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും HRF, വെറുതെ ആങ്കർ ടാഗ് മാത്രമാണല്ലോ കഴിഞ്ഞ് കോഡ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. CSS-നകത്തിലെ ഈ പ്രോപ്പർട്ടി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് സേവ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ആങ്കർ ടാഗ്. അപ്പോൾ ഈ ആങ്കർ ടാഗിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നേരിട്ട് ആങ്കർ ടാഗ് കൊടുക്കുന്നില്ല, കാരണം നമുക്കറിയാം അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ക്ലാസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നേരത്തെ ലേൺ മോർ ആണ്, ഇപ്പോൾ നോ മോർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നോ മോർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് CSS-നകത്ത് ഡോട്ട് സെക്ഷൻ 3-നകത്തുള്ള ഡോട്ട് നോ മോറിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റാൻ വേണ്ടത്, 16 പിക്സൽ തന്നെയാണ്. അപ്പോൾ അത് ഡിഫോൾട്ടാണ്. റോബോട്ടോ അതും ഡിഫോൾട്ടാണ്, നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കളർ മാത്രം ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കളർ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, കളർ പ്രോപ്പർട്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ വാല്യൂ ആൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുന്നുണ്ട്. കണ്ടോ, വേറെന്ന് പറഞ്ഞിട്ടുണ്ട്. സേവ് ചെയ്യുന്നുണ്ട്, ബ്രൗസറിനകത്തൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് ഡെക്കറേഷൻ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഡെക്കറേഷൻ നന്ന് പറഞ്ഞു കൊടുത്തു. സോ ടെക്സ്റ്റ് ഡെക്കറേഷൻ പോയി. ഇനി വേണമെങ്കിൽ ഇത് ബോൾഡാക്കി കൊടുക്കുന്നു വെച്ചെങ്കിൽ ഒന്ന് ഫോൺ വൈറ്റ് യൂസ് ചെയ്ത് നമുക്കൊന്ന് ബോൾഡാക്കിയാൽ മതി. ഫോൺ വൈറ്റ് ബോൾഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യുന്നു, കുറച്ചും കൂടി ബോൾഡായി വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എഫക്റ്റീവായിട്ട് നമ്മുടെ ആ 3rd സെക്ഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ ആൻഡ് 3rd സെക്ഷൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഫുട്ടർ പാർട്ട് മാത്രമേ ഉള്ളൂ. അത് ഈ കാണുന്ന ഫുട്ടർ പാർട്ട് മാത്രമേ ഉള്ളൂ. ഫുട്ടർ പാർട്ടിനെ കുറിച്ചൊന്ന് നോക്കി നോക്കാം, എങ്ങനെയാണ് അതിനെ വർക്കൗട്ട് ചെയ്യാനുള്ളത്. റൈറ്റ്, അപ്പോൾ ഫുട്ടർ പാർട്ടിനകത്ത് നമുക്ക് ഒരു ഫുൾ വിത്ത് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വരുന്നുണ്ട്. അതിനകത്ത് ഒരു റോവിനകത്ത്, അതായത് നമ്മുടെ ഈ ഫുൾ വിത്ത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും മാക്സ് വിത്ത് യൂസ് ചെയ്തിട്ടില്ല, റെസ്ട്രിക്റ്റ് ചെയ്യണമല്ലോ. നമുക്ക് അതിൻ്റെ സൈസ് 1200 പിക്സൽസിലാണ് വേണ്ടത്. അത് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഒരു റോനകത്ത് 2 കോളംസ്. ആദ്യം അതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ നമ്മൾ ക്വിക്കായിട്ടൊന്ന് കമ്പോസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഫുട്ടറിനകത്ത് ആദ്യം വേണ്ടത് നമുക്ക് ആ മാക്സ് വിത്ത് യൂസ് ചെയ്യുന്ന കണ്ടെയ്നറാണ് വേണ്ടത്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ പേര് ഇതുതന്നെയാണ്, കണ്ടെയ്നർ. ഓക്കെ, കണ്ടെയ്നറിനകത്ത് നമുക്ക് റോ വേണം. സോ div റോ, അതും കറക്റ്റായി. ഇനി ഇതിനകത്ത് നമുക്ക് എന്താ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് 2 കണ്ടൻറ്റാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ആദ്യം 2 എലമെൻറ്റ് വന്നാൽ മതി, 2 ചിൽഡ്രൻസ് വന്നാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് എടുത്തോളും എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, റോളാണ് നമ്മൾ ഫ്ലെക്സ് പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് വേണ്ടിച്ചെങ്കിൽ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി ഞാൻ. ഇത് പ്രോപ്പർട്ടി അല്ല, നമ്മുടെ എലമെൻറ്റ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ്. കോപ്പി ചെയ്യേണ്ടത് കോഡിലേക്ക്, ലൈക്ക് അതൊരു പാരഗ്രാഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കോഡസ് എന്ന് പറഞ്ഞ് ഇതും നമുക്കിങ്ങനെ വന്നിട്ടുണ്ട്. ലൈക്ക് അറിയാലോ അതെന്താ പ്രോബ്ലം എന്നുള്ളത്. ആ ലെഫ്റ്റ് ആങ്കർ ബ്രാക്കറ്റും റൈറ്റ് ആങ്കർ ബ്രാക്കറ്റും അത് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ റൈറ്റ് ആങ്കറും റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ പകരം നമ്മൾ ആംബസൻ ലെസ്സർ ദൻ സിമ്പിൾ, അതുപോലെ തന്നെ കോഡസ് കഴിഞ്ഞ ശേഷം ആംബസൻ ഗ്രേറ്റർ ദൻ സിമ്പിൾ സേവ് ചെയ്യുന്നുണ്ട്. ബ്രൗസറിലും ചെക്ക് ചെയ്യാം.
ഓക്കെ വന്നു. സ്പേസിന് വേണ്ട വെച്ചെങ്കിൽ അടുപ്പിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ കണക്റ്റഡ് ആയി. ഇനി അടുത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ നെറ്റ്വർക്ക്സിൻ്റെ ഐക്കൺസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഐക്കൺസൊക്കെ ഇമേജസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് 1 by 1 ആയിട്ട് ഇമേജ് ആയിട്ട് കോൾ ചെയ്തൊരു കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് സോഷ്യൽ ഐക്കൺസ് എന്ന് പറഞ്ഞ പേരിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 by 1 ഇമേജസ് SRC ഏത് ഫയലാണ് വേണ്ടത് വെച്ചെങ്കിൽ ആ ഫയലിന് ഇമേജ് ഫോൾഡറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, icon 1 ഓക്കെ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ മൾട്ടിപ്പിൾ ഇമേജസ് 5 ഇമേജസ് ഉണ്ട്, ആ ഇമേജസിന് എന്ത് ചെയ്യുന്നു, കോൾ ചെയ്യുന്നുണ്ട്. നെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നുണ്ട്. ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നോക്കാം. യെസ് ഇറ്റ്. ബട്ട് ഇത് രണ്ടും നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? ഇപ്പോൾ നമുക്കൊരു 2 കോളായിട്ട് ഒന്ന് കൊടുക്കുന്നത്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റോനകത്ത് നമ്മളിങ്ങനെ ഇത് ഒരു ഫസ്റ്റ് എലമെൻറ്റും ഇത് സെക്കൻഡ് എലമെൻ്റ് ആയിട്ടാണ് വന്നു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്ലോക്ക് ചെയ്ത് കാണാം എങ്ങനെയാണുള്ളത്. അപ്പോൾ റോനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പാരഗ്രാഫ് ഫുട്ടറിനകത്തുള്ള ഫുട്ടറിനകത്തുള്ള സോഷ്യൽ നെറ്റ്വർക്ക് ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കി നോക്കാം. ക്ലാസ്സസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഫുട്ടറിനകത്തുള്ള പാരഗ്രാഫ് ഇതിനെന്ത് ചെയ്യുന്നു, ഒരു ബോർഡർ 1 pixel സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒന്ന് സേവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഫുള്ളായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് കൺഫേം ചെയ്യാം നമുക്ക്. ഫുട്ടറിനകത്തുള്ള പാരഗ്രാഫ് റോ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഡോട്ട് ഫുട്ടർ എന്ന് പറഞ്ഞാൽ കൊടുത്തത്, അതാണ് പ്രോബ്ലം ഉണ്ടായി. ഫുട്ടറിനകത്തുള്ള പാരഗ്രാഫ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ്. ഈ റോനകത്ത് വരുന്ന ഫസ്റ്റ് എലമെൻ്റ് ആണിത്. സെക്കൻഡ് എലമെൻ്റ് ആണ് നമ്മുടെ സോഷ്യൽ ഐക്കൺസ് എന്ന് പറയുന്ന കണ്ടെയ്നർ. ഏതാ സോഷ്യൽ ഐക്കൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും കൂടി നമുക്കൊന്ന് CSSലൂടെ ഫുട്ടറിനകത്തുള്ള ഒന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി ഞാൻ കൊടുക്കുന്നുള്ളൂ. പിന്നീട് നമ്മളത് റിമൂവ് ചെയ്ത് കളയും കേട്ടോ. 1 pixel സോളിഡ് ബ്ലാക്ക്. ഓക്കെ, സേവ് ചെയ്യുന്നുണ്ട്. കനിസി. അപ്പോൾ ഇതാണ് നമ്മുടെ 2 എലമെൻറ്റ്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ലെഫ്റ്റ് സൈഡും ഒരെണ്ണം നമുക്ക് റൈറ്റ് സൈഡും നമുക്ക് വേണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കി നോക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന പ്രോപ്പർട്ടീസിനകത്ത് ഫ്ലെക്സിനകത്ത് വരുന്ന പ്രോപ്പർട്ടി വേറെ ഒന്നും നമ്മൾ മാക്സിമം നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ റോനകത്ത് തന്നെ റോനകത്ത് പുതിയൊരു പ്രോപ്പർട്ടിയും കൂടിയും ആഡ് ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്താണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതുള്ളത്, അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെക്സ് സ്റ്റാർട്ട് ആയിരിക്കും. ഫ്ലെക്സ് സ്റ്റാർട്ട് ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അപ്പോൾ റോ എന്ന് പറയുന്ന കണ്ടെയ്നറിനകത്ത് വരുന്ന എത്രത്തോളം ചിൽഡ്രൻസ് ഉണ്ടോ, അപ്പോൾ ഇൻ അവർ കേസ് നമുക്കിപ്പോൾ ഈ റോ എന്ന് പറയുന്ന കണ്ടെയ്നറിനകത്ത് ഇതൊരു ചൈൽഡും 2 ചൈൽഡ്സ് അല്ല. അപ്പോൾ ഈ 2 ചൈൽഡ്സിൻ്റെയും അലൈൻമെൻറ്റ് എങ്ങനെയായിരിക്കണം, സ്റ്റാർട്ട് മുതൽ നമുക്ക് വേണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ തന്നെ നേരെ തിരിച്ച് ഞാൻ ഫ്ലെക്സ് എൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ആ 2 പ്രോപ്പർട്ടീസും എന്തായി നമുക്ക് എങ്ങനെയാവുമ്പോൾ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിലല്ല ഇത് പ്ലേസ്ഡ് ആയിട്ടുള്ള റൈറ്റ് സൈഡ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ സ്റ്റാർട്ടിലാണോ വേണ്ടത് അതോ എൻഡിലാണോ വേണ്ടത്. ഇതേ തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക്, ലൈക്ക് സെൻറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ രണ്ടും എന്തായാലും നമുക്ക് കറക്റ്റ് സെൻറ്ററിലായിരിക്കും. കണ്ടോ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് സ്പേസ് കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരെണ്ണം ലെഫ്റ്റ് എഡ്ജും ഒരെണ്ണം റൈറ്റ് എഡ്ജിലാണ് വേണ്ടത്. അപ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് സ്പേസ്, അതായത് ഞാൻ വീണ്ടും അതിൻ്റെ പഴയ ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പേസ് എനിക്ക് ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബാലൻസ് സ്പേസിനെ എങ്ങനെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യണം, ബാലൻസ് സ്പേസിനെ എനിക്ക് എന്ത് ചെയ്യണം, ഈ കണ്ടെയ്നറിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ സ്പേസസിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സ്പേസസിനെ ബിറ്റ്വീൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ എക്സസീവ് ആയിട്ട് വന്നിരിക്കുന്ന ആ സ്പേസിനെ എന്ത് ചെയ്തു, എലമെൻറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതും കൂടി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. സ്പേസ് അറൗണ്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടി ഉണ്ട്. സ്പേസ് അറൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ബാലൻസ് വന്നിരിക്കുന്ന വാല്യൂ ലൈക്ക് കണ്ട ലെഫ്റ്റിലും വരുന്നുണ്ട്
റൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു എലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കൊരു 100 പിക്സലാണ് എക്സ്ട്രാ വന്നിട്ടുള്ള വെച്ചെങ്കിൽ ആ 100 പിക്സൽസിന് എന്ത് ചെയ്യും, 25 പിക്സൽ ഇവിടെ, 25 പിക്സൽ ഇവിടെ, 50 പിക്സലായി. അതുപോലെ 25 പിക്സൽ ഇവിടെ, 25 പിക്സൽ. അപ്പോൾ മൊത്തം 100 പിക്സൽ. ആ എലമെൻറ്റിൻ്റെ ഏത് സൈഡും നമുക്ക് എന്താവും, പ്ലേസ് ആവും. സ്പേസ് അറൗണ്ട് എന്ന് പറയുമ്പോൾ, സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ റിമൈനിങ് 100 പിക്സൽസ് എന്തായി നമുക്ക് ഇൻ ബിറ്റ്വീനേ വരുള്ളൂ. രണ്ട് എലമെൻറ്റ് ബിറ്റ്വീൻ ആണ് വരുന്നത്. അപ്പോൾ സ്പേസസിനെ ബിറ്റ്വീൻ കൊടുക്കണോ, സ്പേസസിനെ അറൗണ്ട് കൊടുക്കണോ, ലെഫ്റ്റും റൈറ്റ് ആയിട്ട് കൊടുക്കണോ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കണ്ടന്റ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട്. എന്താ, നമുക്ക് ഈ ഫുൾ വിത്ത് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നുണ്ട് അല്ലേ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഫുൾ വിത്ത് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നുണ്ട്. ഓക്കെ, ആ കളർ നമ്മൾ ആൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ കളറിനെ ഉപയോഗിച്ചാൽ മാത്രം മതി. എവിടെയാണ് അത് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ മെയിൻ കണ്ടെയ്നറിനകത്താണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഇവിടെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ്സും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻ ദ നെയിം ഓഫ് ഫുട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഫയലൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുട്ടറിനകത്ത് ഡോട്ട് ഫുട്ടർ, ഫുട്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് ഏതാ വേണ്ട, ഡീപ്പ് ഡാർക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. സേവ് ചെയ്യുന്നുണ്ട്. ഫിനിഷിനോ ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഈ ഒരു എലമെൻറ്റും പ്രോപ്പറായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ട പ്രോബ്ലംസ് ഇതിനകത്ത് വന്നിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ കളറെല്ലാം. അപ്പോൾ ഫുട്ടറിനകത്ത് വരുന്ന എല്ലാ ടെക്സ്റ്റിൻ്റെയും കളർ എനിക്ക് എന്ത് ചെയ്യണം, വൈറ്റ് കളറിലേക്ക് മാറണം. കളർ ഓക്കെ, വൈറ്റ് കളർ. സേവ് ചെയ്യുന്നു, ബ്രൗസർ ചെക്ക് ചെയ്യുന്നുണ്ട്. യെസ്, കറക്റ്റായി. ഫുട്ടറിൻ്റെ കളറെല്ലാം വൈറ്റ് കളറിലേക്ക് മാറി. ഇനി ലോഗോൻ്റെ സൈസ് ഇത്രയും വേണ്ട, ഇതൊന്ന് നമുക്കൊന്ന് ചെറുതാക്കണം. ലോഗോ അല്ല, ഐക്കൺസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഐക്കണിൻ്റെ സൈസ് ചെറുതാക്കണം. അപ്പോൾ ഫുട്ടറിനകത്തുള്ള ഫുട്ടറിനെ നേരിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ ഐക്കൺസിനകത്തുള്ള എല്ലാ ഇമേജസും, അപ്പോൾ ഇതിൻ്റെ റീസൈസ് ചെയ്യാൻ പോവുകയാണ്. ഹൈറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 40 പിക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇതിനെ ഞാനൊന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. 20 പിക്സൽസ് തീരെ ചെറുതായിപ്പോയി, 30 പിക്സൽസിലേക്ക് മാറുന്നു. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോൾ ഇവിടെ വന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ടൻറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ടോപ്പിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊരു ചൈൽഡ്, ഇതൊരു ചൈൽഡ്. അപ്പോൾ രണ്ട് കോളംസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. കോളം നമുക്ക് എന്താ, വേർട്ടിക്കലി ടോപ്പിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേർട്ടിക്കലി നമുക്ക് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗൈൻ നമ്മുടെ കണ്ടൻറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ റോനകത്തൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വേറെ എവിടെയും അഫക്റ്റ് ആയിട്ടില്ല കേട്ടോ, ഇതുവരെയ്ക്കും നമുക്ക് അഫക്റ്റ് ആയിട്ടില്ല. അഗൈൻ റോയിലേക്ക് തന്നെ മാറുന്നുണ്ട്. റോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് അലൈൻ ഐറ്റംസ് സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ട, ഇവിടെ എല്ലാം സെൻറ്ററായി, ഇവിടെയും സെൻറ്ററായി. ബട്ട് അതെല്ലാം പ്രോബ്ലം എന്താ, ഇവിടെയും നമുക്ക് സെൻറ്ററായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ അലൈൻ സെൻറ്റർ എന്ന് പറയുന്നത് റോനകത്ത് തന്നെയാണ് വേണ്ടത്. ബട്ട് എസ്പെഷ്യലി ഫുട്ടറിനകത്തുള്ള റോനകത്ത് വന്നാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇത് എല്ലാം ടോപ്പിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതെന്താ ഈ അലൈൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റിഫൈ കണ്ടൻറ്റും അലൈൻ സെൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഹരിസോണ്ടലി എങ്ങനെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യണം. ഹരിസോണ്ടലി ലെഫ്റ്റ് ആണോ, സോ ഫ്ലെക്സ് സ്റ്റാർട്ട്, റൈറ്റ് ആണോ, ഫ്ലെക്സ് എൻഡ്, സെൻറ്റർ ആണോ, സെൻറ്റർ, സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൗണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയായിരുന്നു. ഇതേ തന്നെ നേരെ തിരിച്ച് വേർട്ടിക്കലായിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ വേർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടി ഇല്ലാതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുന്നില്ല, ഇതാവും കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടെയ്നർ. അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് ടോപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡിഫോൾട്ട് അലൈൻ ഐറ്റംസ് എങ്ങനെയായിരിക്കും വെച്ചാൽ ഫ്ലെക്സ് സ്റ്റാർട്ട് ആയിരിക്കും. കാണുന്നുണ്ടോ, ഫ്ലെക്സ് സ്റ്റാർട്ടിലാണ് വന്ന് കിടക്കുന്നത്. ഇതേ തന്നെ ഞാൻ ഈ ഫ്ലെക്സ് എൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് എൻഡിലേക്ക് വന്നു. അപ്പോൾ ഈ കാണുന്ന ഇത്രയും ഹ്യൂജ് സ്പേസിൽ, ഹൈറ്റ് വരുന്ന സ്പേസിൽ വേർട്ടിക്കലി ബോട്ടത്തിലേക്ക് മാറി. ഓക്കെ, ഇതേ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ, സെൻറ്ററിലാണ് വന്ന് കൊടുക്കുന്നത്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടേക്ക് ഈ കാണുന്ന എലമെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു നമ്മുടെ ഈ ഫുട്ടറിനകത്തുള്ള എലമെൻറ്റ്സിനെ വേർട്ടിക്കലി സെൻട്രലൈസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എലമെൻറ്റും സെൻറ്ററായി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയപ്പോൾ ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം വെൽ പ്ലേസ്ഡ് ആണ്. എനിക്കിനി ഇവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. സോ അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, മോർ സ്പെസിഫിക് ആയിട്ട് എവിടെ ഡോട്ട് ഫുട്ടറിനകത്തുള്ള റോസിൻ്റെ അലൈൻ ഐറ്റംസ് സെൻറ്ററായി മാറണം. അപ്പോൾ ഇവിടെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ കറക്റ്റ് കണ്ടെയ്നറിനകത്ത് നമുക്ക് വേർട്ടിക്കലായിട്ട് വന്നിട്ടുണ്ട്.
ക്ലിയർ ആണോ? ഇനി അടുത്ത പ്രോപ്പർട്ടീസ് നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഫുട്ടറിൻ്റെ ഐക്കൺ എല്ലാം വൈറ്റ് ആണ്. അപ്പോൾ പലരും നിങ്ങൾ എന്താ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ എല്ലാം ഒരു സിംഗിൾ ഇമേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നോ ഇഷ്യൂസ്. ബട്ട് അതിൻ്റെ കളർ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ഫോട്ടോഷോപ്പിൽ വൈറ്റിലേക്ക് എഡിറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഇമേജസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേരിയേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫിൽറ്റർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സോഷ്യൽ ഐക്കണിനകത്തുള്ള ഇമേജിൻ്റെ ഹൈറ്റ് 30 പിക്സൽ വേണം, പ്ലസ് ഫിൽറ്റർ എന്ന് പറയുന്ന പുതിയൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോകുകയാണ്. അപ്പോൾ ഇതെല്ലാം ഫിൽറ്റേഴ്സ് ആണ്. ഇൻവേർട്ട്, ഒപ്പാസിറ്റി, സാറ്റുറേഷൻ. ഫോർ എക്സാമ്പിൾ ഒപ്പാസിറ്റി യൂസ് ചെയ്യുന്നു ഞാൻ ഇതിനകത്ത് ഒരു 0.5 എന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ചാൽ 50% ആണ്. കണ്ടോ, 50% ആയി. അപ്പോൾ 0.2 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ 20%. Can you see? 20% ആയി. ഓക്കെ, അപ്പോൾ ഒപ്പാസിറ്റിനകത്ത് 0 to 1 വാല്യൂ ആണ്. 0 ആണെന്ന് വെച്ചാൽ ഫുള്ളി ട്രാൻസ്പെറൻറ്റ്, 1 ആണെന്ന് വെച്ചാൽ ഒബാക്ക് ഫുള്ളായിട്ട് കാണണം. ഓക്കെ, അങ്ങനത്തെ വാല്യൂ. അപ്പോൾ എനിക്ക് ഒപ്പാസിറ്റി അല്ല വേണ്ട, ആ ബ്ലാക്ക് കളറിന് നേരെ നമ്മൾ തിരിക്കണം, റിവേഴ്സ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇൻവേർട്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനകത്ത് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഏത് കളറാണോ ആ കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിഗ്രിയിലുള്ള കളറിലേക്ക് മാറിപ്പോകും. സോ ഈസിയാണ്, വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണിത്. ഓക്കെ, അപ്പോൾ ഇതുവരെയ്ക്കും നമുക്ക് എല്ലാ കണ്ടൻസും ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്താ, സ്പേസിംഗ് ആണ് വേണ്ട. അപ്പോൾ ഞാൻ ഈ ബോർഡറൊന്നും റിമൂവ് ചെയ്തിട്ടില്ല, റിമൂവ് ചെയ്യാൻ പോവാം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സ്പേസസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ടെയ്നർ തമ്മിൽ എനഫ് സ്പേസ് വന്നിട്ടുണ്ട്. കണ്ട, ടോപ്പ്, ഓക്കെ, ബോട്ടം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടുമുമ്പത്തെ എലമെൻറ്റ്സിന് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിലും കണ്ട, ടോപ്പ് നല്ല സ്പേസ് വന്നിട്ടുണ്ട്. ഈ കണ്ടെയ്നറിനകത്തും ഇതുപോലെ ടോപ്പും ബോട്ടം നമുക്ക് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു കണ്ടെയ്നറാണ്. നമ്മുടെ ഔട്ട്പുട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ടെയ്നറിനകത്താണ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, ഓരോരോ കണ്ടെയ്നറിനകത്ത്. അപ്പോൾ ഞാൻ കണ്ടെയ്നറിന് കൊടുക്കുകയാണെന്ന് വെച്ചാൽ എന്താ പ്രോബ്ലം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ മെയിൻ കണ്ടെയ്നർ കോഡിൽ കാണിക്കുന്നുണ്ട് എല്ലാ എലമെൻറ്റ്സും നിൽക്കുന്നത് ഇതുപോലത്തെ കണ്ടെയ്നറിനകത്തായിരിക്കും. കാണുന്നുണ്ടോ, ആ ഒരു മാക്സ് വിത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ ഹിയർ. സെക്ഷൻ 1-നകത്തും കണ്ടെയ്നർ ഉണ്ട്, ബാനറിനകത്തും കണ്ടെയ്നർ ഉണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഞാൻ പ്രോപ്പർട്ടി വേരിയേറ്റ് ചെയ്യുകയാണ് വെച്ചാൽ കണ്ടെയ്നറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് സ്പേസസ് ആണ് വേണ്ടത്. ഞാൻ മാർജിൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. മാർജിനകത്ത് എനിക്ക് ടോപ്പ് ബോട്ടം 40 പിക്സൽസ് വേണം, ലെഫ്റ്റ് റൈറ്റ് എനിക്ക് വേണ്ട. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൾറെഡി കണ്ടെയ്നറിനകത്ത് പാഡിങ് ലെഫ്റ്റും റൈറ്റും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, എല്ലാം ബ്രേക്കായി. കാരണം എന്താ, കണ്ടെയ്നറിന് ആൾറെഡി മാർജിൻ ഓട്ടോ കൊടുത്തു. വീണ്ടും സെയിം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, 40 സെറ്റ് ചെയ്തപ്പോൾ എല്ലാം പോയി. ശരി, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഒഴിവാക്കുന്നു. മാർജിൻ ഒഴിവാക്കിയിട്ട് എനിക്ക് ലെഫ്റ്റും റൈറ്റും പാഡിങ്, മാർജിൻ്റെ പകരം പാഡിങ് തന്നെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റും ടോപ്പ് ബോട്ടം. ഇപ്പോൾ നോക്കി നോക്കൂ, എനഫ് സ്പേസ് അല്ലേ, ഓരോ കണ്ടെയ്നറിൻ്റെയും ടോപ്പ് ഇന്നർ സ്പേസ് ആണ് നമുക്ക് വന്നു കൊടുക്കുന്നത്. ഈ രണ്ട് ഏരിയയിലും വലിയ കുഴപ്പമില്ല. ബട്ട് ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ലേഔട്ട് മിസ്സായി. ബാക്കിയിൽ എല്ലായിടത്തും ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് നമുക്ക് ആ പ്രോബ്ലം വരുന്നത്. എന്താ പ്രോബ്ലം വന്നു കൊടുക്കുന്നത്, നമ്മുടെ ലേഔട്ടിൽ കണ്ടോ, കറക്റ്റ് നമുക്ക് ആ ഒരു ലൈറ്റ് പിങ്ക് കളറിൻ്റെ ടോപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്യുന്നു, ലൈറ്റ് പിങ്ക് കളറിൻ്റെ ബോട്ടം തന്നെ അറ്റാച്ച് ചെയ്യുന്നു. ആ ഒരു പ്രോബ്ലം ഇവിടുന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാവേണ്ടത്? ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രം എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ സ്പേസിനെ ഒഴിവാക്കാൻ പോവുകയാണ്. ബാക്കി എല്ലായിടത്തും ഓക്കെ അതുപോലെ തന്നെ വന്നോട്ടെ. ഇവിടെ മാത്രം നമുക്ക് വേണ്ട. കുറച്ചും കൂടി ഒന്ന് സ്പേസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം നമുക്ക്. എനിക്ക് ടോപ്പ് ബോട്ടം 70 പിക്സൽസോളം വേണം, ലെഫ്റ്റ് റൈറ്റ് 40 പിക്സൽസ് വന്നാൽ മതി. ഓക്കെ, എന്ന സ്പേസ് വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഈ എന്താ പറയുക, പാഡിങ് മാത്രം എനിക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ക്ലാസ് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യാൻ പോവുകയാണ്. കണ്ടെയ്നറിനോടൊപ്പം ഡോട്ട് റിമൂവ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ പാഡിങ് ഏതാ എനിക്ക് വേണ്ടത്, ടോപ്പ് ബോട്ടം ആണല്ലോ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടോപ്പിലെ പാഡിങ്ങും ബോട്ടമിലെ പാഡിങ് ആണ്. ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ ടോപ്പ് ബോട്ടം 0 പിക്സൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ് എനിക്ക് 40 പിക്സൽസ് വന്നോട്ടെ. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റിമൂവ് സ്പേസ്. അപ്പോൾ ഈ റിമൂവ് സ്പേസിനെ എവിടെ അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ 1, 2 സെക്കൻഡ് സെക്ഷനകത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെക്ഷനിലേക്ക് നമ്മളൊന്ന് വരുന്നുണ്ട്. സെക്ഷൻ 1, സെക്ഷൻ 2. സെക്ഷൻ 2-നകത്ത് കണ്ടെയ്നർ വന്നിട്ടുണ്ട്. ആ കണ്ടെയ്നറിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിമൂവ് സ്പേസും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. Can you see now? It's clear. ഓക്കെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്ന കണ്ടെയ്നർ എനിക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രീം റൈറ്റിലേക്കാണ് ഇതിൻ്റെ കണ്ടൻറ്റ് പോകേണ്ടത് വെച്ചെങ്കിൽ ഇത് ഇവിടെ തൊട്ട് എനിക്ക് തുടങ്ങണം. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണല്ലോ. അപ്പോൾ നമ്മളിത് ഇവിടെ യൂസ് ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഒരു 40 പിക്സലോളം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ, നമുക്ക് റിമൂവ് സ്പേസിനകത്ത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ടോപ്പിൽ എനിക്ക് വേണ്ട, റൈറ്റിലും എനിക്ക് വേണ്ട, ബോട്ടത്തിൽ എനിക്ക് എത്ര വേണ്ടി വരില്ല,
0 പിക്സൽ. ഓക്കെ, ലെഫ്റ്റിൽ മാത്രം എനിക്ക് 20 അല്ല 40 പിക്സൽസാണ് നമ്മൾ യൂസ് ചെയ്തില്ല. 40 പിക്സൽസ് എന്ന് പറഞ്ഞു കൊടുക്കും. ഒന്ന് നോക്കി ഓക്കെ, കാണുന്നുണ്ടോ? അപ്പോൾ എക്സ്ട്രീം റൈറ്റിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റീസൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ മാർജിൻ്റെ റൈറ്റ് സൈഡിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതേ തന്നെ നേരത്തെ യൂസ് ചെയ്ത പ്രോപ്പർട്ടി ആണ് ചെങ്ങ. ഓക്കെ, അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പ്രോപ്പർട്ടി സേവ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ ഒരു സ്പേസ് അഗ്ലി ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ടോപ്പ് വേണ്ട, റൈറ്റ് വേണ്ട, ബോട്ടം വേണ്ട, ലെഫ്റ്റ് മാത്രം മതി. അതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി. ഓക്കെ, സോ ടോപ്പ് വേണ്ട, റൈറ്റ് വേണ്ട, കണ്ടെയ്നറിൻ്റെ ബോട്ടം വേണ്ട, ലെഫ്റ്റ് മാത്രം മതി. അപ്പോൾ എല്ലാം നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം കറക്റ്റ് ആ ഒരു എന്താ പറയുക കണ്ടൻറ്റിനകത്ത് തന്നെ എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ആവാതെ എല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി മാർജിൻസ് എല്ലാം എവിടെയൊക്കെ നമ്മൾ മാർജിൻ അല്ല ബോർഡർ എവിടെയൊക്കെ സെറ്റ് ചെയ്തില്ല വെച്ചാൽ ആ ബോർഡർ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടാണ് ബോർഡറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം റിമൂവ് ചെയ്യുന്നു. ഇവിടുത്തെ ബോർഡർ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ടെക്സ്റ്റിൻ്റെ ബോർഡർ റിമൂവ് ചെയ്യുന്നു. കാണുന്നുണ്ടോ, അവിടുത്തെ ബോർഡർ നമുക്ക് പോയി. അടുത്ത നമ്മൾ യൂസ് ചെയ്ത ബോർഡർ എന്ന് പറയുന്നത് നമ്മുടെ കോൾസിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കോൾസിനകത്തുള്ള ബോർഡേഴ്സ് എല്ലാം നമുക്ക് റിമൂവ് ആയിട്ടുണ്ട്. ഇനി കാണുന്ന 2 കണ്ടെയ്നർ. ഓക്കെ, ബോർഡർ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബോർഡർ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫുട്ടറിനകത്തും വരുന്നുണ്ട്. അത് ഈ കാണുന്ന ലെഫ്റ്റ് കണ്ടെയ്നറിനകത്തും വരുന്നുണ്ട്. അതേതാണെന്ന് നോക്കി നോക്കാം. ഫുട്ടറിനകത്തുള്ള ബോർഡറും ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇനി ഒരു കണ്ടെയ്നറിനകത്ത് മാത്രം ഒന്ന് കിടക്കുന്നുണ്ട്. നോക്കി നോക്കാം ഏതായി കണ്ടെയ്നർ എലമെൻ്റ് ഒന്ന് ക്വിക്കായിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, കോൾസ് ഇതാണ് ആ ബോർഡർ. സെക്ഷൻ 2-നകത്തുള്ള കോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 2-നകത്തുള്ള കോൾസ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. സെക്ഷൻ 2-നകത്തുള്ള കോൾസ്, സെക്ഷൻ 2-നകത്തുള്ള സെക്ഷൻ 2-നകത്തുള്ള കോൾസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഫുട്ടർ ഒരുപാട് ഹൈറ്റായി പോയി. കാരണം എല്ലാത്തിനും 70 പിക്സൽ, ബട്ട് ഇതിന് മാത്രം നമുക്ക് 70 വേണ്ട, ഒഴിവാക്കണം. അപ്പോൾ ആ റിമൂവ് സ്പേസ് വേണമെങ്കിൽ ഇതിലേക്ക് കൊടുക്കാം. ബട്ട് റിമൂവ് സ്പേസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആ റിമൂവ് സ്പേസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻ ആ കേസ് ഫുട്ടറിൽ എന്താ വേണ്ടത് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ടോപ്പും ബോട്ടം സ്പേസ് ഒന്ന് എനിക്കൊന്ന് റിമൂവ് ചെയ്താൽ കൊള്ളാനുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, അഗൈൻ റിമൂവ് സ്പേസ് ഫുട്ടർ. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് മാത്രം മതി. അപ്പോൾ ഇവിടെ പാഡിങ് ടോപ്പ് ബോട്ടം ഐ ഡോണ്ട് വാണ്ട്, ലെഫ്റ്റ് റൈറ്റ് 40 പിക്സൽസ്. അപ്പോൾ ഈ കാണുന്ന യൂണിക് ക്ലാസ്സിനെ കോപ്പി ചെയ്ത് നമ്മുടെ ഫുട്ടർ കണ്ടെയ്നറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുന്നു, ബ്രൗസറിനകത്ത് ചെക്ക് ചെയ്യാം. ഡൺ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ എല്ലാ എലമെൻറ്റ്സും നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് പ്ലേസ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, റീസൈസ് ചെയ്യുന്നു. ഓക്കെ, റീസൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ എലമെൻ്റാണ്. അത് നമ്മുടെ മീഡിയ ക്വറി വഴി നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫയൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെ എല്ലാം നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്. അപ്പോൾ ചിലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് മാർജിൻ റൈറ്റ് മാർജിൻ കറക്റ്റായിട്ട് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ബട്ട് ഇതിനകത്ത് അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല. എല്ലായിടത്തും ഒരേപോലത്തെ ലെഫ്റ്റ് മാർജിൻ റൈറ്റ് മാർജിൻ എക്സെപ്റ്റ് നമ്മുടെ ഈ കാണുന്ന 3 കോളത്തിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് മീഡിയ ക്വറി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ലിങ്ക് ആയിട്ടല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു, പാരഗ്രാഫ് ഡിവ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആങ്കറായിട്ട് തന്നെ കറക്റ്റ് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു കണ്ടൻറ്റും ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുമ്പോഴേക്കും ചിലവർക്ക് ടോപ്പിൽ എക്സ്ട്രീം ടോപ്പിൽ വരുന്നില്ല, താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ള കാര്യം നോക്കിയായിരുന്നു. പിന്നെ പലർക്കും എന്താണെന്ന് വെച്ചാൽ ഈ H2ൻ്റെ ലൈൻ ഹൈറ്റ് ഒന്നും കറക്റ്റ് അല്ല. അപ്പോൾ ലൈൻ ഹൈറ്റ് പ്രോപ്പറായിട്ട് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാം H2ൻ്റെ എല്ലാം കറക്റ്റാണ്. ദെൻ ഇതെല്ലാം ലിങ്കായിട്ട് മാറണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് കണ്ടൻറ്റ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഇതേ പ്രൊസീജിയർ തന്നെ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബട്ട് ആ ഒരു മെത്തഡോളജി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കണ്ടോ ഈ സ്പേസസ് എല്ലാം, അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പേസസ് എല്ലാം കറക്റ്റാണ്. 40 40 40 40, ഒരു കണ്ടെയ്നർ അടുത്ത കണ്ടെയ്നർ തമ്മിലുള്ള ഗ്യാപ്പ് 70 പിക്സൽസ്. ഓക്കെ, ഇതെല്ലാം പ്രോപ്പറായിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇതോടുകൂടി കഴിഞ്ഞു. ഇനിയുള്ളത് അസൈൻമെൻറ്റാണ്. അസൈൻമെൻറ്റ് ഞാൻ അടുത്ത നാളെയോ അല്ലെങ്കിൽ നാളെ കംപ്ലീറ്റ് ചെയ്ത് ഞാനൊന്ന് അസൈൻമെൻറ്റ് ഞാൻ പറയാം. പറ്റുകയാണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ അത് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോപ്പറായിട്ട് ഇതൊന്ന് സ്റ്റഡി ചെയ്യുക, എങ്ങനെയാണ് വർക്ക് ചെയ്യാനുള്ളത്. അടുത്ത നമ്മൾ റെസ്പോൺസീവ് കൺസ്ട്രക്ഷനകത്ത് എങ്ങനെ മെനൂസിനെ ആഡ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റും കൂടി നമ്മൾ നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാം. മീഡിയ ക്വറിയിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.